നമസ്കാരം. 20th അവറാണ് നിഗൂഢതകൾ 20 മണിക്കൂർ. കാമുകിയുമായിട്ടുള്ള ബന്ധം അത് വിവാഹത്തിലെത്താൻ അത് തടസ്സമായി ആ കാമുകിയുടെ കുഞ്ഞുണ്ട് എന്നുള്ള തോന്നലിൽ ഒരു കാമുകൻ ചെയ്ത ക്രൂരത ആ കുഞ്ഞിനെ നിലത്തടിച്ചു കൊല്ലുകയായിരുന്നു. എത്രമാത്രം നികൃഷ്ടമായിട്ടുള്ള എത്രമാത്രം ക്രൂരമായിട്ടുള്ള മാനസിക നിലയാണ് എന്ന് നോക്കുക. ദുരഭിമാനക്കുലകൾ അത് രാജ്യത്ത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതും വലിയ ആശങ്കയാണ്. ഈ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി എത്താം. സ്വാഗതം ഒരിക്കൽ കൂടി. വിവാഹത്തിന് തടസ്സം. കാമുകിയുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ നിലത്തടിച്ച് കൊന്ന യുവാവ് പോലീസിനെ ആക്രമിച്ച പ്രതിയെ വെടിവെച്ച് വീഴ്ത്തി. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം. സുമിത് രതി ദമ്പതികളുടെ മകൻ ആരവാണ് അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. പ്രതി വിരാജ് എന്നറിയപ്പെടുന്ന ജിതേന്ദ്ര പാഠകൻ. ആരാവൺ സ്വദേശിയായിട്ടുള്ള രതി നേരത്തെ സുമിത് എന്നയാളുമായി വിവാഹിതയായിരുന്നു. അവിടെയുണ്ടായ വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുടർന്ന് ആ ബന്ധം ഇല്ലാതായി. അങ്ങനെ കുറച്ച് നാളുകളായി ഈ രതി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. സ്വന്തം വീട്ടിലായിരുന്നു രതിയുടെ താമസം. ഈ പ്രതിയായിട്ടുള്ള വിരാജ് അങ്ങനെ രതിയുമായി ഇതിനിടയിൽ പ്രണയത്തിലായി. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അയാൾക്ക് എന്നാണ് പോലീസ് പറയുന്നത്. രതിയോട് ഈ വിരാജ് അല്ലെങ്കിൽ ജിതേന്ദ്ര നേരത്തെ പ്രണയാഭ്യർത്ഥന ഒരിക്കൽ നടത്തുകയും ചെയ്തു. തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അവൾ മറുപടി പറഞ്ഞത്, ഞാൻ ഇപ്പോൾ വിവാഹിതയാണ്, മാത്രമല്ല എനിക്ക് ഒരു മകനുണ്ട്. ആ പേരിലാണ് രതി ആ വിവാഹ അഭ്യർത്ഥന അന്ന് നിരസിച്ചത്. ഈ രണ്ടുപേരുടെയും ബന്ധത്തിൽ കുട്ടി ഒരു തടസ്സമാണ് എന്ന് അയാൾ കണ്ടു. അയാൾക്ക് അത്തരമൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഈ ശനിയാഴ്ച രതിയുടെ അടുത്തെത്തിയ ജിതേന്ദ്ര മിഠായി വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് ആ കുട്ടിയെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ആ കുട്ടിയെ അതിക്രൂരമായി നിലത്തടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. തുടരെ കുട്ടിയെ ആഞ്ഞാഞ്ഞ് നിലത്തേക്ക് അടിക്കുന്നതിന്റെ അതിക്രൂര ദൃശ്യങ്ങളാണ് CCTVയിലുള്ളത്. അതിനുശേഷം ആരും അറിയാതെ ആ കുട്ടിയെ ഇയാൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. फिर उनके बुआ का लड़का मेरे पास फोन करता रहा, हम रिश्ता देखते रहे, मेरा देवर है, उस जरिए से हम बात करते रहे. फिर बोला हम मिलने आ रहे हैं. वो आया, उनसे बोला शादी कर लो. हमने कहा नहीं, मेरे पास एक बच्चा है ना. तो यहाँ पे मिलने आया. बाबू से बोला, बाबू चलो टॉफी खाने चल रहे हैं. मैंने बाबू दे दिया. मैंने कहा अपना ही तो बहुत ही तो ले जा रहा है. मौसी ने बोला छोटे से बच्चे से कि तुम चले जाओ साथ में. तो बोला कि वो इधर ही तो गए हैं भैया. मैंने इसको भी नहीं भेजा, मैंने जा रहा है, जाने दो. उसने ऐसे मारा मेरे बच्चे का पूरा गर्दन ऐसे झूल रहा है. क्या धरती पटक दी या क्या किया ऐसा? कहाँ पर पटका, किस जगह पर? അതിക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു അത്. ഈ സംഭവം അറിഞ്ഞ കുട്ടിയുടെ വീട്ടുകാർ ഓടിയെത്തിയ കുഞ്ഞിനെ ആശുപത്രിയിലേക്കൊക്കെ എത്തിച്ചു. പക്ഷേ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇതിനിടെ ഈ സംഭവ സ്ഥലത്ത് നിന്നും ജിതേന്ദ്ര ഓടി രക്ഷപ്പെട്ടിരുന്നു. റോഡിൽ ചലനമറ്റ് കിടക്കുന്ന നിലയിലായിരുന്നു ആ കുഞ്ഞ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. वहाँ झगड़ा चलता है. उसका देवर आया मेरे यहाँ पे, बहुत अच्छे से बात करता था. बुआ का लड़का
और उसने बेटे को, मेरी बेटी के बेटे को टॉफी के बहाने ले गया और गली में पटक के मार दिया। मेरी बेटी से कह रहा था शादी कर लो। मेरी बेटी ने कहा नहीं, मैं शादी नहीं करूँगी, मैं जैसे खुश हूँ अपने बच्चे में, अपने पति में खुश हूँ। तो उससे बोला मेरी साइड हो जाओ। मेरी बेटे को ले जा करके पटक के मार दिया, गेट के बाहर लिटा दिया। कितने साल का आपका देवता? 1.5 साल का। മണിപ്പൂരി റോഡിലുള്ള ആ കവലയിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയാണ്. അങ്ങനെ പോലീസ് അവിടേക്ക് എത്തി. പക്ഷെ അന്നേരം ചെറിയൊരു പൊന്തക്കാടിനുള്ളിലേക്ക് ഇയാൾ മറഞ്ഞിരുന്നു. എന്നിട്ട് അയാളുടെ കയ്യിൽ 2 പിസ്റ്റൾ കൊണ്ട് പോലീസിന് നേരെ നിറയൊഴിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അങ്ങനെ തിരികെ വെടിയുതിർക്കുകയാണ്. പോലീസ് പ്രത്യാക്രമണം നടത്തി. ആ പ്രത്യാക്രമണത്തിൽ ആ വിരാജിന്റെ മുട്ടിന് താഴെ വെടിയേൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ പിസ്റ്റൾ വെടിയുണ്ടകളൊക്കെ കണ്ടെടുത്തു എന്നാണ് പോലീസ് അറിയിച്ചത്. നിരന്തരമായി ഈ രതിയോട് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടും മകനുണ്ട് എന്നുള്ള പേരിൽ അത് നിരസിച്ചു. അതിലെ ദേഷ്യമാണത്രേ ആ കുട്ടിയെ കൊന്നു കളഞ്ഞേക്കാം എന്ന് അയാൾക്ക് ഒരു തോന്നലുണ്ടാക്കിയത്. ആ തോന്നലിലാണ് അയാൾ അന്ന് രാത്രി വളരെ ആസൂത്രിതമായി ആ കുഞ്ഞിനെ കൊല്ലാം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ അന്ന് രതിയുടെ വീട്ടിലേക്ക് എത്തിയത്. എന്നിട്ട് മിഠായി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞാണ് ആ കുഞ്ഞിനെ വളരെ തന്ത്രപൂർവ്വം കൈക്കലാക്കി കൊണ്ടുപോകുന്നത്. നടനും 1.5 വയസ്സുകാരൻ്റെ അതിദാരുണമായിട്ടുള്ള അന്ത്യം. ബാറിലെ തർക്കം റോഡിലേക്കും നീണ്ടു. സ്കൂട്ടറിൽ കാർ ഇടിപ്പിച്ച് പെൺകുട്ടിയെ കൊന്നു. ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടെ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ അവിടെ ഒരു സ്വകാര്യ ബാറിലാണ് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം. വില്ലുപുരത്ത് താമസിക്കുന്ന ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയായിട്ടുള്ള പെൺകുട്ടി, 18 വയസ്സാണ് അവൾക്ക്. അവളുടെ പേര് യാൻസി എന്നാണ്. ആ യാൻസിയാണ് ഏറ്റവും ഒടുവിൽ ഈ കൊല്ലപ്പെടുന്നത്. ഈ യാൻസിക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നു അവളുടെ ഒരു സുഹൃത്ത്. അവൾക്ക് 17 വയസ്സാണ് പ്രായം. അവൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 21 വയസ്സുള്ള ബാലമുരുകൻ, 19 വയസ്സുള്ള ജോഷ്വ, 19 വയസ്സുള്ള കിഷോർ കുമാർ എന്നിങ്ങനെ 3 ചെറുപ്പക്കാർ. ചെന്നൈയിലെ ഒരു ബാറിൽ DJ പാർട്ടിക്കിടെ നൃത്തം ചെയ്യുകയായിരുന്നു യാൻസിയും കൂട്ടുകാരും. ഈ ബാറിൽ തന്നെ ഉള്ള അല്ലെങ്കിൽ അവിടെ മദ്യപിക്കാനും ആഘോഷിക്കാനും എത്തിയതാണ് ഈ മറ്റ് 3 ചെറുപ്പക്കാർ. ഇവർ തമ്മിൽ ചെറിയ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയാണ് യാൻസിയും സുഹൃത്തുക്കളുമായി. അങ്ങനെ ഈ 2 സംഘങ്ങളും തമ്മിൽ തർക്കം രൂക്ഷമായപ്പോൾ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഈ ബാറുകളിലും DJ ഇടങ്ങളിലുമൊക്കെ ഏർപ്പെടുത്തുന്ന ബൗൺസേഴ്സ് ഇടപെട്ട് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോയി. ഈ ബാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും ഈ 2 സംഘവും വാക്കേറ്റവും കയ്യാങ്കളിയൊക്കെ തുടർന്നു. അങ്ങനെ ഈ ബൗൺസേഴ്സ് വീണ്ടും എത്തി. അവർ ബാറിന്റെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ ഇവരെ ഇറക്കി വിട്ടു. അങ്ങനെ ഇവർ ബാറിൽ നിന്നും പുറത്തേക്ക് പോയി. തുടർന്ന് ഈ 2 സംഘത്തിലുള്ളവരും ഈ ബാറിൽ നിന്നും ആ പ്രദേശത്ത് തന്നെ മടങ്ങി. പക്ഷേ ഈ യാൻസി ഒപ്പം ഈ സുഹൃത്തും ഇരുചക്ര വാഹനത്തിൽ പോവുകയാണ്. അപ്പോൾ ഈ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ആ കാറ് ഇവർ വഴിയിൽ വെച്ച് കാണുകയാണ്. അപ്പോൾ യാൻസിയും സുഹൃത്തുക്കളും ഒരു കാര്യം ചെയ്തു. ആ യുവാക്കളുടെ കാറിന് നേരെ കല്ലെറിഞ്ഞു. പോലീസിന്റെ സ്റ്റേറ്റ്മെന്റാണ്, പോലീസ് പറയുന്നതാണ്. ആ യാൻസിയും സുഹൃത്തുക്കളും ഈ കാറിന് നേരെ കല്ലെറിഞ്ഞതോടുകൂടി ആ യുവാക്കൾ അതിൽ പ്രകോപിതരാവുകയാണ്. അങ്ങനെ ആ സംഘം കാറിൽ ഈ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരുന്ന യാൻസിയെയും സുഹൃത്തിനെയും പിന്തുടർന്നു. സ്കൂട്ടറിൽ കാർ കൊണ്ട് അതിവേഗത്തിൽ ഇടിച്ചു. യാൻസി തെറിച്ചു വീഴുന്നു. അങ്ങനെയാണ് അപകടമുണ്ടാകുന്നത്. நீங்க அவனை தூக்கல போட்டுருங்க. ஐயோ இப்ப 18 வயசு பிஞ்சு பாலகன். ஐயோ என் பொண்ணை சாவடிச்சிட்டானுங்க. ஐயோ வண்டி குடியே ஸ்டார்ட் பண்ணலையா. நான்
இப்ப எங்க போவேன்? என் பொண்ணுதான் என் உசுரை கொடுத்துருங்க. அல்ல தயவு செய்து அவனுக்கு கண் முன்னாடி தூக்கு தண்டனையே போய் கொடுத்துருங்க. அதுதான் நான் கேட்கறது. நான் யாரையும் நம்பல, நீங்க தூக்கு தண்டனை கொடுங்க. ஏண்டா ஐயோ என் புள்ள என்ன நினைச்சிச்சோ தெரியல, சாகும் போது என்ன நினைச்சிச்சோ தெரியல, அம்மாண்டு கத்திச்சோ இன்னொன்று தெரியலையே. புள்ள பொத்தி வளர்த்தேன், ஒரு வேலை கூடிய வீட்டுல செய்யப்பட மாட்டேன். என் பொண்ணு அப்படி பொத்தி வளர்த்தனே, இறந்துருச்சு என் பொண்ணு. நான் எங்க போவேன்? உயிரை போய் யார்கிட்ட கேட்பேன்? என் பொண்ணோட உயிரை போய் யார்கிட்ட கேட்பேன்? നാളേക്ക് മണ്ണുക്കുള്ള പോയിരുവാളേ, ഞാൻ എങ്ക പോയി കേൾപ്പേൻ? എൻ പൊണ്ണ ഉയിരോടെ കൊടു. ആ ഇടിയുടെ ആഘാതത്തിൽ ഈ ആൻസി വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവളുടെ ജീവൻ നഷ്ടമായിരുന്നു. ഈ 17 വയസ്സുകാരിയായിട്ടുള്ള ആൻസിയുടെ സുഹൃത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കാണ്. അവരിപ്പോൾ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. ഈ തർക്കമുണ്ടായ ചെന്നൈയിലെ സ്വകാര്യ ബാർ അത് ഇപ്പോൾ പോലീസും അധികൃതരും ചേർന്ന് പൂട്ടിച്ചു. കാരണം 17 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് അവിടെ പ്രവേശനം അനുവദിച്ചു എന്നുള്ളതിലാണ് നടപടി. அவனுங்களுக்கு தூக்கல போடணும் சார். இந்த நீதிமண்டபத்துல ஏதாவது ஒண்ணு செய்யணும் சார். இன்னைக்கு என் பொண்ணுக்கு, நாளைக்கு அடுத்த குழந்தைங்க. என் குழந்தை இன்னைக்கு 5% தான் இருக்குன்றாங்க. 95%ல 5%. என் குழந்தை மூளை கை எப்படி வச்சிருக்கானுங்களே சார். ഈ അന്വേഷണത്തിനായി പ്രത്യേക ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ. ആ പോലീസ് സംഘം കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണം തുടരുകയാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കുറച്ച് പ്രതികൾ ഒളിവിലാണ്. ആ ഒളിവിലായിട്ടുള്ള പ്രതികൾക്ക് വേണ്ടി അത് തെരച്ചിൽ നടത്തുകയാണെന്നും പോലീസ് പറയുന്നു. എന്താണെങ്കിലും ഒരു ബാറിൽ തുടങ്ങിയ തർക്കം, ബാറിൽ ഡാൻസ് ചെയ്യുന്നതിനിടെ ഉണ്ടായ തർക്കമാണ്. ആ തർക്കം അത് ബാറിന്റെ കോമ്പൗണ്ടിൽ പുറത്തേക്കെത്തി. അതിലെ പ്രതികാരം അല്ലെങ്കിൽ കണക്ക് തീർക്കൽ എല്ലാം കൂടി ചേർന്ന് ഏറ്റവും ഒടുവിൽ ആ 19 വയസ്സുള്ള 21 വയസ്സുള്ള ചെറുപ്പക്കാരാണ് ആ 18കാരിയെ ഇടിച്ചു തെറിപ്പിച്ച് കൊന്നു കളഞ്ഞത്. സ്ത്രീധനമായി ലക്ഷങ്ങൾ നൽകി, എന്നിട്ടും പോരാ, കാർ കൊടുത്തില്ല എന്നുള്ള പേരിൽ പീഡനം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ. ലക്നൌവിലാണ് സംഭവം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ആ പെൺകുട്ടി. അവളുടെ പേര് മാൻസി എന്നാണ്. മാൻസി ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ ഈ ഭർത്താവ്, അയാളുടെ പേര് സാഗർ രജ്പുത്ത് എന്നാണ്. ഈ സാഗർ രജ്പുത്തും അയാളുടെ ബന്ധുക്കളും നിരന്തരം അവളെ പീഡിപ്പിക്കാറുണ്ട് എന്നാണ് യുവതിയുടെ കുടുംബാംഗങ്ങൾ പരാതിപ്പെടുന്നത്. ഈ മാൻസിയെ അവർ കൊലപ്പെടുത്തിയതാണ്. അതിനുശേഷം അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആ കുടുംബം ആരോപണമായി ഉന്നയിക്കുന്നത്. जब से लड़की की शादी हुई उसको दहेज के लिए पीड़ित किया जा रहा था और आए दिन मारकूट किया जा रहा था. कई बार हम लोगों ने समझाने का प्रयास किया, पहले मान जाते फिर उसके बाद वही हरकत करते. कल कोई भी वाद विवाद हुआ, उसके बाद 4 बजे उसने अपनी मम्मी से बात की. उसके बाद में कोई विवाद हुआ किसी बात को लेकर, उसकी जानकारी हम लोगों को नहीं है. लड़की को गला घोटकर मार दिया, फिर उसके बाद फांसी पे लटका दिया. ഈ വിവാഹ സമയത്ത് ഈ മാൻസിയുടെ കുടുംബം ഏതാണ്ട് 7 ലക്ഷം രൂപ മാത്രമല്ല വീട്ടുപകരണങ്ങൾ ഇതൊക്കെ സമ്മാനമായിട്ട് ഒക്കെ നൽകിയതാണ് ആ വീട്ടുകാർക്ക്. പക്ഷേ ഈ രജ്പുത്തിന്റെ കുടുംബം അതൊന്നും പോരാ എന്നുള്ള മട്ടിലായിരുന്നു. കൂടുതൽ സ്ത്രീധനവും ഒപ്പം കാറും ആവശ്യപ്പെട്ടായിരുന്നു ആ പീഡനം എന്നാണ് മാൻസിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഈ വിവാഹം കഴിഞ്ഞതു മുതൽ സ്ത്രീധനത്തിന്റെ പേരിൽ മാൻസി എന്ന ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ അവർ പരിഹസിക്കാറുണ്ട് സ്ഥിരം. സ്ത്രീധനം കിട്ടാതായതോടെ ഈ രജ്പുത്തിന്റെ കുടുംബാംഗങ്ങൾ മാൻസിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങി. ഇക്കാര്യം പലവട്ടം മാൻസി അവളുടെ വീട്ടിൽ അറിയിക്കുകയും ചെയ്തു. വീട്ടുകാരങ്ങനെ ഈ
കുടുംബാംഗങ്ങൾ ഒരു മധ്യസ്ഥ ചർച്ച എന്ന പോലെയൊക്കെ പലതവണ ഈ ലക്നൌവിലെ ഈ രജ്പൂത്തിന്റെ വീട്ടിലേക്ക് എത്തി അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് പലതവണ. എല്ലാം അവസാനിച്ചു, ഇനി പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് കരുതിയാണ് ഓരോ വട്ടവും അവർ തിരികെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഈ മാൻസി എന്ന ആ പെൺകുട്ടി അവരുടെ പ്രിയപ്പെട്ട മകൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ഫോൺ കോൾ ഈ രജ്പൂത്തിന്റെ ബന്ധുക്കളുടെ വഴി ഇവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഒരിക്കലും തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് പോലീസിനോട് മാൻസിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. കാരണം അവർ വളർത്തി വലുതാക്കിയ ആ മാൻസി അത്തരത്തിൽ പെട്ടെന്ന് തളർന്നു പോകുന്ന ആളല്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ജീവനൊടുക്കിയതാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത്. കാൺപൂർ സ്വദേശിനിയാണ് അവൾ. 2024 ഈ രജ്പൂത്തിനെ വിവാഹം കഴിച്ചത്. ഈ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. മാൻസി മാത്രമല്ല, രജ്പൂത്തിന് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഏതാണ്ട് 8 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മാൻസിക്ക് അതിലേറെയും. അങ്ങനെ ഉത്തർപ്രദേശിൽ വളരെയധികം ശ്രദ്ധേയരായിട്ടുള്ള 2 ഇൻഫ്ലുവൻസേഴ്സ് ഒന്നിക്കുന്നു. അതിൽ ഒരാളാണ് ഇപ്പോൾ ജീവനൊടുക്കിയത്, അതും സ്ത്രീധനത്തിന്റെ പീഡനത്തിന്റെ പേരിൽ. ദുരഭിമാന കൊലകൾ തുടരുകയാണ് രാജ്യത്ത്. ഈ ദുരഭിമാന കൊലകളിൽ കൂടുതലും അത് ഉത്തരേന്ത്യയിലാണ്. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ നടന്ന സംഭവമാണ്. 21 വയസ്സുകാരിയായിട്ടുള്ള ആദിബ എന്നുള്ള പെൺകുട്ടി, അവളാണ് അതിക്രൂരമായി, അതും സ്വന്തം സഹോദരന്റെ കൈകളാൽ കൊല്ലപ്പെടുന്നത്. സഹോദരന്റെ പേര് ആമിർ എന്നാണ്. ആ പ്രതിക്ക് 25 വയസ്സ് മാത്രമാണ് പ്രായവും. ഇവരുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു യുവാവുമായി ഈ പെൺകുട്ടി പ്രണയത്തിലായിരുന്നു. അവർ ഇവരുടെ സമുദായത്തെക്കാൾ താഴെയാണ് അവന്റെ സമുദായം എന്നുള്ളതാണ് അതിലെ പ്രധാന പ്രശ്നം. ഒപ്പം സാമ്പത്തികമായും പിന്നോക്ക അവസ്ഥയിലാണ്. ആ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയും ജാതീയമായിട്ടുള്ള വിവേചനവും അതാണ് ഈ ദുരഭിമാന കൊലകളിലേക്ക് പലപ്പോഴും എത്തിക്കാറ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ കുടുംബത്തിന് ഈ ബന്ധം അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. കൊല്ലപ്പെട്ട ഈ ആദിബ ഈ പ്രണയിക്കുന്ന യുവാവുമായി അല്ലെങ്കിൽ അവളുടെ കാമുകനുമായി എല്ലാ ദിവസവും മൊബൈൽ ഫോണിലൂടെ സംസാരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇതിനെ എതിർക്കുകയും ചെയ്യും ആമിർ. ഈ ബന്ധത്തെ തന്നെ ശക്തമായി എതിർത്തിരുന്നവരാണ് കുടുംബത്തിലെല്ലാവരും. അങ്ങനെ പോലീസ് പറയുന്നത്, അവിടുത്തെ SSP സഞ്ജയ് കുമാർ പറയുന്നതനുസരിച്ച് ഈ ഞായറാഴ്ച ഇതേ ചൊല്ലി വീട്ടിൽ ഒരു തർക്കമുണ്ടായി. ഇവൾ ഈ കാമുകനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് കുടുംബത്തിന്റെ മാനം നീ കെടുത്തുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് ഈ സഹോദരൻ ആമിർ ഈ ആദിബയെ സമീപിക്കുകയും അവളെ മർദ്ദിക്കുകയും എന്നിട്ട് ബലമായി അവളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. आम के बाग में छिप गया। उसको जब चेक किया गया तो उसने पुलिस वालों को अपने पास आता हुआ देखकर उन्होंने पुलिस वालों पर जान से मारने की नीयत से फायरिंग की, जिसमें पुलिस वालों ने सूक्ष्म आत्मरक्षा फायरिंग की, जिसकी उसके पैर में गोली लगी है। घायल अवस्था में उसको CSC शाहपुर भेज दिया गया है। सूक्ष्म पूछताछ में उसने अपना नाम आमिर बताया है। उसने स्वीकार किया, हाँ आज मैंने दिन में अपनी छोटी बहन की चाकू से गला रेत कर उसकी हत्या कर दी है। और उसके पास से एक देसी तमंचा 315 बोर और एक खोखा कारतूस, एक जिंदा कारतूस बरामद हुआ है। ഈ സഹോദരി ആദിബയെ കൊന്ന ശേഷം യാതൊരു മനസ്താപവും ഉണ്ടായിരുന്നില്ല ഈ സഹോദരൻ ആമിറിന്. ഒരു നല്ല കാര്യം വീടിന് വേണ്ടി ചെയ്തു എന്നുള്ള മട്ടിലായിരുന്നു അയാളെന്നാണ് പിന്നീട് പോലീസ് പറഞ്ഞത്. എന്താണെങ്കിലും ഈ കൊലപാതക ശേഷം പക്ഷേ പോലീസിനെ പിടികൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പുള്ളി ഓടിക്കളഞ്ഞു ആ പ്രതി. അങ്ങനെ ഇയാളെ തേടിയെത്തിയ പോലീസ് സംഘം ഏറ്റുമുട്ടലിനൊടുവിലാണ് ഇയാളെ പിടികൂടുന്നത്.
അതായത് പതിവ് ചെക്കിങ്ങിനായി റൗണ്ട്സിനായി ഈ പോലീസ് സംഘം അവിടെ എത്തിയപ്പോഴാണ് ആ ഗ്രാമത്തിലുള്ളവർ തന്നെ പറയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നു എന്നും ഈ പ്രതി ഇപ്പോൾ ഒളിവിലാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ പോലീസ് അന്വേഷണം നടത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞായറാഴ്ച തന്നെ പോലീസ് ഇയാൾ ലൊക്കേറ്റ് ചെയ്തു. പിടിക്കാൻ കീഴടക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ പോലീസിന് നേരെ വെടിയുതിർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് തിരികെ വെടിവെച്ചു. ആ ഏറ്റുമുട്ടലിൽ ആ പ്രതി ആമിറിന്റെ കാലിന് വെടിയേൽക്കുകയും ചെയ്തു. കാലിന് വെടിയേറ്റ ആമിറിന് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ അയാൾ ഒടുവിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങി, അല്ലെങ്കിൽ പോലീസ് അയാളെ കീഴ്പ്പെടുത്തി. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം അത് പോലീസ് സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. ഇയാളെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. വളരെ കൃത്യമായി ഇയാൾ ആ സഹോദരിയെ കഴുത്തറുത്ത് കൊല്ലാൻ ഉപയോഗിച്ച ആ കത്തി പോലീസിന് കാട്ടിക്കൊടുത്തു. പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, കാലിലെ ചികിത്സയ്ക്കായി മാത്രം. കൂടുതൽ അന്വേഷണം നടത്തണം, അന്വേഷണം വേണം എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. മാത്രമല്ല പെൺകുട്ടിയുടെ കാമുകനെ ഉൾപ്പെടെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് അന്വേഷണ സംഘം. ന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്തരം നിഗൂഢമായിട്ടുള്ള സംഭവങ്ങൾ വാർത്തകളുമായി വീണ്ടും നാളെ കാണാം 20-ാം മണിക്കൂറിൽ. നമസ്കാരം.